അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ദുൽഹിജ്ജ് മാസത്തിലാണ് നാം ഉള്ളത്. ദുൽഹിജ്ജ് എന്നത് ഇസ്ലാമിക കലണ്ടറിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണ്. അള്ളാഹു ഏറെ പുണ്യം നൽകിയ പവിത്രമായ മാസങ്ങളിലൊന്നാണിത്. ഇസ്ലാമിൻ്റെ 5ാമത്തെ തൂണായ ഹജ്ജ് കർമ്മം നടക്കുന്നത് ഈ മാസത്തിലാണ്. ദുൽഹിജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. മാസത്തിലെ 9ാം ദിവസമാണ് അർഫാ ദിനം. ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വുഖൂഫ് നടക്കുന്നത് ഈ ദിവസമാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമാണ്. 10ാം ദിവസമാണ് വലിയ പെരുന്നാൾ. കൂടാതെ വലിയ പെരുന്നാൾ ദിനത്തിലും തുടർന്നുള്ള അയ്യാമുത്ത് തശ്രീഖ് ദിവസങ്ങളിലും, അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ 11, 12, 13 തീയതികളാണ് അയ്യാമുത്ത് തശ്രീഖ്. ഈ ദിവസങ്ങളിൽ കഴിവുള്ളവർ ബലികർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. അറഫാ നോമ്പ് ഒരാളും ഒഴിവാക്കരുത്. അത്രയ്ക്കും പുണ്യമുള്ള നോമ്പാണ്. ദുൽഹിജ്ജ് 8, 9 ദിവസങ്ങളിലാണ് നോമ്പ് നോൽക്കൽ. ദുൽഹിജ്ജ 8 നോമ്പ് നോൽക്കാനുള്ള പ്രതിഫലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: ദുൽഹിജ്ജയിലെ 8ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. അത്രയ്ക്കും പ്രതിഫലം നിറഞ്ഞതാണ് ദുൽഹിജ്ജ 8 നോമ്പ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിവസത്തെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ അറഫാ നോമ്പ്, ദുൽഹിജ്ജ 9 നോമ്പ് കാരണമാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു: അറഫാ നോമ്പ് നോറ്റാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്നതിനാൽ ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുമെന്ന് മഹാനവരകൾ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അറഫാ ദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്നതിനാൽ എല്ലാവരും അറഫാ നോമ്പ് നോൽക്കുക. റമളാനിലെ ഖളായ നോമ്പും ഇതിൻ്റെ കൂടെ കരുതുക. പാപങ്ങൾ പൊറുക്കും, ദുആ സ്വീകരിക്കും, ഒരു വർഷം കൂടി ദീർഘായുസ് ലഭിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. നമ്മൾ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മളെല്ലാവരെയും ദുആ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.